നമസ്കാരം, ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. പെട്രോൾ, ഡീസൽ വില വീണ്ടും കുത്തനെ ഉയർന്നു. ഈ തവണ വില കൂട്ടിയത് സ്വകാര്യ എണ്ണ കമ്പനിയായ ഷെൽ ഇന്ത്യയാണ്. ഡീസൽ വിലയിൽ വലിയ ചാട്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. പെട്രോൾ വില 120 രൂപയിലേക്ക് മാറുകയാണ്. ഭാവിയിൽ 150 രൂപ കടക്കുമോ എന്നും സംശയമുണ്ട്. ഇതെല്ലാം വിശദമായി നോക്കാം. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആദ്യമായി നമുക്ക് പ്രധാന വിവരം നോക്കാം. ഷെൽ ഇന്ത്യ പെട്രോളിന് 7.41 പൈസ വർദ്ധിപ്പിച്ചു. ഡീസലിന് 25 രൂപ 1 പൈസയും വർദ്ധിപ്പിച്ചു. ഇത് ചെറിയ വർധനവല്ല. പ്രത്യേകിച്ച് ഡീസൽ വില ഉയർന്നത് വലിയ ആഘാതം സൃഷ്ടിക്കും. ഇന്നു മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പുതിയ വില എത്രയായെന്ന് നോക്കുമ്പോൾ ബംഗളൂരുവിലെ വില നോക്കിയാൽ പെട്രോൾ വില 119 രൂപ 85 പൈസയും, പ്രീമിയം പെട്രോളിന് 129 രൂപ 85 പൈസയും, ഡീസലിന് 123 രൂപ 52 പൈസയും, പ്രീമിയം ഡീസലിന് 133 രൂപ 52 പൈസയുമാണ്. സംസ്ഥാനങ്ങൾ അനുസരിച്ച് നികുതി മാറുന്നതിനാൽ കേരളത്തിലും വലിയ വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും. ഈ വിലവർധനവ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്തെന്ന് നോക്കിയാൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ വില വർദ്ധിപ്പിച്ചു. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ബാരലിന് $100 മുകളിലായിട്ടുണ്ട്. ഇതാണ് ഈ വില വർധനയ്ക്ക് പ്രധാന കാരണമായത്. ലോകരാജ്യങ്ങളിൽ അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, പാകിസ്ഥാൻ ഇവിടെയും വില ഉയർന്നിട്ടുണ്ട്. അതായത് ഇത് ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല, ഗ്ലോബൽ ഇഫക്റ്റ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വകാര്യ കമ്പനികളുടെ തീരുമാനം എന്തെന്ന് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ കമ്പനികൾ വില കൂട്ടിയിട്ടില്ല, പക്ഷേ സ്വകാര്യ കമ്പനികൾ സമ്മർദ്ദത്തിൽ, അതുകൊണ്ടാണ് ഇത്രയും വില കൂട്ടിയത്. നയാര എനർജി നേരത്തെ തന്നെ വില കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഷെൽ ഇന്ത്യ കൂടി വില കൂട്ടിയിരിക്കുകയാണ്. നയാര കൂട്ടിയത് പെട്രോളിന് 5 രൂപ 30 പൈസയും ഡീസലിന് 3 രൂപയുമാണ്. ഇപ്പോൾ ഷെൽ അതിലും കൂടുതലായി കൂട്ടിയിട്ടുണ്ട്. ഇത് ഭാവിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന് നോക്കാം. വിദഗ്ധർ പറയുന്നത് ക്രൂഡ് വില കൂടിയാൽ ഡീസൽ വില 148 മുതൽ 165 വരെ എത്താമെന്നാണ് പറയുന്നത്. ഇത് വലിയ ഭീഷണി തന്നെയാണ്. കാരണം ട്രാൻസ്പോർട്ട് ചെലവ് കൂടും, ഭക്ഷണവില ഉയരും, സാധനങ്ങൾ വില കൂടുന്നതായിരിക്കും. ഒടുവിൽ ബാധിക്കുന്നത് നമ്മൾ തന്നെയാണ്. സാധാരണക്കാരെ ബാധിക്കുന്നത് ഡീസൽ വില ഉയർന്നാൽ തന്നെയാണ്. ലോറി ചാർജ് കൂടും, ബസ് ചാർജ് കൂടും, പച്ചക്കറി വില കൂടും. എല്ലാത്തിനും വില കൂടുകയും ചെയ്യും. ഇങ്ങനെ കൂടുന്നത് കൊണ്ട് സാധാരണക്കാരാണ് വലയുക. സർക്കാർ എന്താണ് ചെയ്യുക? സർക്കാർ ഇടപെടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധ്യതകൾ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കാം, നികുതി കുറയ്ക്കാം. പക്ഷേ ഉടൻ തീരുമാനമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ഇപ്പോൾ നിങ്ങൾ പറയൂ, ഇന്ധനവില ഇനിയും ഉയരുമോ? സർക്കാർ ഇടപെടണം എന്ന് തോന്നുന്നുണ്ടോ? കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.